ടു ദിസ് കമ്പനി. ഓക്കെ ടീച്ചേഴ്സ്, നമ്മൾ ഡേ 6ലേക്കാണ് ഇന്ന് കടന്നേക്കുന്നത്. വളരെ എളുപ്പമാണ്, പറയാനും എളുപ്പമാണ്, നിങ്ങൾക്ക് കേട്ടിരിക്കാനും എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, 44 പേരുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു നോട്ട്ബുക്ക് LM എന്ന് പറയുന്ന ടൂള് ഓപ്പൺ ആക്കേണ്ടത്? അതിന് വേണ്ടിയിട്ട് ഗൂഗിൾ എടുക്കുക, നോട്ട്ബുക്ക് LM എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടും. നോട്ട്ബുക്ക് എല്ലാം ഇത് നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു ഫ്രീ സർവീസാണ്, എങ്കിലും ലിമിറ്റഡ് ആണ്. ഫ്രീ ആണെങ്കിലും ലിമിറ്റഡ് ആണ്. ഒരു ഇമെയിലിൽ ഇത്രേ അവർ പെർമിറ്റ് ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇമെയിൽ എടുത്ത് സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടി. ഇതിനകത്തുനിന്ന് നമ്മൾ ആവശ്യമുള്ളത് ട്രൈ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഈ ടൂളാണ്. ഇതിനെ ക്ലിക്ക് ചെയ്യുക, ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് എൻട്രി ഇപ്പോൾ നമുക്ക് ഓപ്പണായി വരുന്നതാണ് നമ്മുടെ നോട്ട്ബുക്ക് എല്ലാം. ഇതിൽ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത വർക്കുകളൊക്കെ ഇതിനകത്ത് കാണിക്കും. നമുക്ക് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് സ്ക്രീനിൽ വരും. ഫോണിലും മൊബൈലിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്തൊക്കെയാണ് നോട്ട്ബുക്കിൽ LMൽ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളൂ ഇതിനെ ഒന്ന് തൽക്കാലത്തെ ക്ലോസ് ചെയ്യണേ. ഇതിനകത്ത് നമുക്ക് ഓഡിയോ ഓവർവ്യൂ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമ്മുടെ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് സാർ അല്ലെങ്കിൽ ഒരു സൗണ്ട് ബ്രേക്ക് ആയിട്ടാണ് കേൾക്കുന്നത്. യെസ്, നമുക്കത് ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇല്ല, കേൾക്കുന്നില്ല. ബ്രേക്ക് ആയാണ് കേൾക്കുന്നത്. ഇപ്പോഴോ? ഇപ്പൊ ബ്രേക്കായി സൗണ്ട് ബ്രേക്കാണ് കേൾക്കാം. കേൾക്കാം. അപ്പോ ആ ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണേ, നെറ്റിന്റെ കേസ് ബ്രേക്ക് ആകുന്ന നെറ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് മതി, നമുക്ക് അതിലോട്ട് ക്ലിയർ വരാം, ശരിയാവും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന നോട്ട്ബുക്ക് എല്ലാം ആണ് ടീച്ചേഴ്സിന് ഒരുപാട് ഉപയോഗം വരുന്ന ഒരു ടൂളാണ്. ഇന്ന് അതിനെക്കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. ഞാനൊരു ക്ലാസ് PDF എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനെ ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിലേക്ക് B3യിലേക്ക് ഞാൻ ആദ്യം അതിനൊന്ന് ഷെയർ ചെയ്യാം. 3ാം ക്ലാസ്സിന്റെ EVS ആണ് ഞാൻ എടുത്തേക്കുന്നത്. എന്തുകൊണ്ട് EVS എടുത്തെന്ന് പറഞ്ഞാൽ EVSന് സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ്. ഡെസ്ക്ടോപ്പ് BST കോഴ്സ് ബേസിക്സിനകത്ത് നമ്മുടെ PDF കിടപ്പുണ്ട്. അതിനെ ഞാൻ ആദ്യം സേവ് ചെയ്യണം. അപ്പൊ എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് എളുപ്പം ഉണ്ടാവും, അവർക്കും അതിനെ ഉപയോഗിച്ച് ചെയ്യാം. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സബ്ജക്റ്റോ നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുകളൊക്കെ ഉപയോഗിച്ച് ഈ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. സർ മൊബൈലില് ആപ്പ് കയറ്റിയ അതുകൊണ്ട് ആ പറ്റില്ലേ? ആ ആ മൊബൈലിൽ നോട്ട്ബുക്ക് ആപ്പ് ചെയ്യാം, എല്ലാമിന്റെ ഒരു വിഷയമില്ല. ആപ്പ് ചെയ്യാം, ബ്രൗസറിൽ അല്ലാതെ ചെയ്യാം. ചില ഇതൊന്നും അതിൽ ആപ്പിൽ ഇല്ല തോന്നുന്നു അല്ലെ, സൈറ്റിലുള്ള. ഉണ്ട്, നമ്മൾ തപ്പിയെടുക്കണം. സംഭവം ഉണ്ട്, അവിടെ എവിടെയെങ്കിലും ആയിട്ട് കാണും. ചില ഓപ്ഷൻസ് കാണാതിരിക്കാം, സാധ്യതയുണ്ട്. ആഡ് സോഴ്സസ് എന്ന് പറയുന്ന ഇതിനകത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ യൂട്യൂബ് ലിങ്ക് ആണെങ്കിൽ സെർച്ച് ഫോർ ന്യൂ സോഴ്സസ്, യൂട്യൂബ് അല്ലെങ്കിൽ ചില വെബ്സൈറ്റിലെ കണ്ടന്റിനെയാണ് നമുക്ക് ഇതിനെ ഈ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടതെങ്കിൽ അത് എല്ലാം സോഴ്സ് മുഴുവൻ ഈ കാണുന്ന ഏരിയയിലാണ് സോഴ്സുകൾ അത്രയും കൊടുക്കേണ്ടത്. ചാറ്റ് മുഴുവൻ ഇവിടെ കൊടുക്കും. റിസൾട്ട് ഒക്കെ നമുക്ക് കൊടുക്കേണ്ട ഇവിടെയാണ്, ഈ കാണുന്ന 3ാമത്തെ ഏരിയയിൽ. ഫോണിൽ താഴെ അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ടൊക്കെ കിടക്കും. എളുപ്പമാണ് കണ്ട്. ആഡ് സോഴ്സ് അങ്ങനെ ഒരു മനസ്സിലാക്കുക. സോഴ്സ് കാണും, ചാറ്റ് താഴെ കാണും, ഇപ്പുറത്ത് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നതിന്റെ താഴെ ഈ ഏരിയ കാണും. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം. ആഡ് സോഴ്സ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, ഡ്രൈവ് ഉണ്ട്, കോപ്പീഡ് ടെക്സ്റ്റ്, നമ്മൾ എവിടെന്നോ കോപ്പി ചെയ്ത സാധനം അതിനെടുത്തിട്ട് കോപ്പി ടെക്സ്റ്റ് ഉപയോഗിച്ച് ഇവിടെ കൊണ്ടുവരാം. ഞാൻ അപ്ലോഡ് ഫയൽസ് കൊടുത്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ ഇതിലോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത സാധനത്തിൽ തന്നെ ആ ആ പർട്ടിക്കുലർ PDF ഞാൻ അപ്ലോഡ് കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. അപ്ലോഡിങ് നടക്കുകയാണ്. EVS യൂണിറ്റ് 1 അപ്ലോഡിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ചാപ്റ്റർ പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരൂ, നോക്കട്ടെ എത്ര പേര് ഉണ്ടെന്ന് ചാറ്റിൽ. ഈ 3-ാം ക്ലാസ്സിന്റെ EVS പഠിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ചാറ്റിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കും. നമ്മൾ കുറച്ച് മുമ്പ് ഞാൻ എടുത്ത സമയത്ത് മലയാളം ആക്കി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഇംഗ്ലീഷിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു പോവാം. ഈ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം മാറ്റിയിട്ട് ഡീഫോൾട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് കൊടുക്കും. ചിലർക്ക് ഇത് മാറി കിടക്കും. ഇപ്പോൾ ഡീഫോൾട്ട് ആയിട്ടുള്ള ഇംഗ്ലീഷിലോട്ട് ഞാൻ അതെടുത്ത് എങ്ങനെ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഔട്ട്പുട്ട് ലാംഗ്വേജ് കൊടുക്കും. പിന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിട്ട് കിട്ടും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടല്ലോ ഇവിടെ ഇത് വന്നു. ഈ ടൈറ്റിൽ ഇതിന്റെ നേരത്തെ കിടന്നതുകൊണ്ടാണ് അത് മാറാത്തത്. നമുക്കത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഇതിനകത്ത് ചാറ്റ് ഏരിയയാണ്. ഇവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട. എനിക്ക് ഇന്നത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ളത്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇങ്ങോട്ട് വരിക. ഇവിടെ വരുമ്പോൾ ഓഡിയോ ഓവർവ്യൂ ആണ് നമുക്ക് ആദ്യം തരുന്നത്. നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഓരോ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. യെസ് ടീച്ചർ, ഇൻട്രൊഡക്ഷൻ ടു നോട്ട്ബുക്ക് എല്ലാം ആണ് പറയുന്നത്. നമ്മൾ ഓവർവ്യൂ, ഓഡിയോ ഓവർവ്യൂ, വീഡിയോ ഓവർവ്യൂ, ഓഡിയോ ഒരു ടോപ്പിക് തന്നെ, ഒരു ടെക്സ്റ്റിന്റെ ഓഡിയോ ഓവർവ്യൂ എന്ന് വെച്ചാൽ എന്താ, അതിന്റെ ഒരു നരേഷൻ തയ്യാറാക്കി നമ്മൾ ചെയ്തിട്ടില്ല. അതേപോലെ ആ മൊത്തം ആ പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കൊരു ഓഡിയോ തയ്യാറാക്കി തരും. ആ യൂണിറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്, അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്നതിനെ കുറിച്ചൊരു ഓവർവ്യൂ തയ്യാറാക്കി തരും. അപ്പൊ ഈ PDF അവിടെ ആഡായി കഴിഞ്ഞു. ഇനിയിപ്പം അതിന്റെ ഓഡിയോ ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വർക്ക് തുടങ്ങും. ഇപ്പൊ അതിലൊരു സാധനം ഓടാൻ തുടങ്ങി. താഴെ വരികയാണെങ്കിൽ ജനറേറ്റിംഗ് ഓഡിയോ ഓവർവ്യൂ എന്ന് പറയാം. വെറുതെ ക്ലിക്ക് ചെയ്തതേ ഉള്ളൂ. ഇനി അതിന്റെ അടുത്തൊരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഒരു കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിനകത്ത് ഫോർമാറ്റ് ആണ് ആദ്യം ചോദിക്കുന്നത്. ഏത് ഫോർമാറ്റ്? ഡീപ് ഡൈവ്, അതിന്റെ ആഴത്തിൽ ഇറങ്ങിപ്പോയി അതിനെക്കുറിച്ച് ഒന്ന് അപഗ്രഥിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയാനാണ് സാർ ഇപ്പൊ ഡീപ് ഏതാ ഡൈവ്. എടുത്തേ? ജനറേറ്റിംഗ് ഓഡിയോ ഓവർവ്യൂ കഴിഞ്ഞ് പിന്നെ ഏതാ? അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബട്ടൺ, കുഞ്ഞു ബട്ടൺ ഇല്ലേ, ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ പോലെ, ഓഡിയോ ഓവർവ്യൂവിന്റെ തൊട്ടടുത്ത് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ, പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു വിഷയത്തെ കുറിച്ച് ഭയങ്കര ശക്തമായിട്ട് നമ്മളെ ചാനൽ ചർച്ച പോലെ ചർച്ച ചെയ്യുന്ന സാധനമാണ് പോഡ്കാസ്റ്റ്. അപ്പൊ ഈ പോഡ്കാസ്റ്റ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ആക്ച്വലി. അപ്പൊ ഇതിനകത്ത് നമ്മളെ ടോപ്പിക് എന്നാണ്, ഒന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മളെ ടോപ്പിക്. അതിനെക്കുറിച്ച് ഭയങ്കര ലൈവ്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ രണ്ട് ഹോസ്റ്റും തമ്മിൽ ഭയങ്കര ലൈവായിട്ട് കോൺവെർസേഷൻ അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ ബിറ്റ് സൈസ് ഓവർ, കുറച്ചും കൂടെ ബ്രീഫായിട്ട് ഹെൽപ്പ് യു ഗ്രാസ്പ് ടു കോർ ഐഡിയാസ് ഫ്രം യുവർ സോഴ്സസ് ക്വിക്ക്ലി. പിന്നെ അതിനെക്കുറിച്ച് ക്രിട്ടിക്ക് ചെയ്ത് പറയാൻ പറ്റും. ഡിബേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ലാംഗ്വേജ്, ഇവിടെയുണ്ട് ലാംഗ്വേജ്. നമുക്ക് മലയാളം വേണോ, ഹിന്ദി വേണോ, അറബി വേണോ, സംസ്കൃതം കാണൂലായിരിക്കും. അതിലുള്ള ലാംഗ്വേജ് തമിഴും എല്ലാം ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് കൊടുക്കാം. നേരത്തെ ഇംഗ്ലീഷ് ആണ് കൊടുത്തത്, അപ്പൊ ഞാൻ മലയാളം കൂടെ കൊടുക്കുകയാണ് ഇവിടെ. അവിടെ ഇംഗ്ലീഷ് കൊടുത്തു, ഇവിടെ മലയാളം. ഡീഫോൾട്ടിലാണ്, ലെങ്ത് ഡീഫോൾട്ട് ആണ് കിടക്കുന്നത്. ഷോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ചെറുത് കിട്ടും. ഇവിടെ സ്ട്രക്ചർ, ടെക്നിക്കൽ ഫോക്കസ്, എക്സ്പേർട്ട് ഓഡിയൻസ് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനനുസരിച്ച് ഇപ്പോൾ ഓർഗനൈസ്ഡ്, ഇത് പ്രോംപ്റ്റ് ഏരിയ ആണ് കേട്ടോ. നമുക്ക് ഇതിനെ എങ്ങനെ ആ എപ്പിസോഡ്, ആ ഹോസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ നമുക്ക് ChatGPT ഇതിൽ കൊടുക്കേണ്ട സാധനങ്ങളൊന്നും നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി മെനക്കെടേണ്ട. നമുക്ക് ChatGPT-യോട് നിർദ്ദേശം കൊടുക്കാം. എനിക്ക് ഓഡിയോ ഓവർവ്യൂ കൊടുക്കണം, ഇന്ന സബ്ജക്റ്റിനെ കുറിച്ച്, യൂണിറ്റ് 1-ന്റെ ഒരു ഓഡിയോ ഓവർവ്യൂ ക്രിയേറ്റ് ചെയ്യണം, എനിക്കത് തയ്യാറാക്കി തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു സംഭവം, ബെനിഫിറ്റ്സ് ഓഫ് ട്രീസ് വേഴ്സ് ഹെർബ്സ്, എക്കോസിസ്റ്റം ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച്. ഇത് തയ്യാറാക്കി തന്നെയാണ്. എങ്ങനെയാണ് ഈ ടാർഗറ്റ് ഓഡിയൻസ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും അത് എനിക്ക് തയ്യാറാക്കി തന്നതാണ്.
ഞാൻ ജനറേറ്റ് കൊടുക്കുകയാണേ. അത് സൈഡിൽ അത് ഇത്തിരി സമയം പിടിക്കും, ഒരു 10 മിനിറ്റ്. നമ്മൾ ക്ലാസ് കഴിയാറാകുമ്പോൾ ഇതൊക്കെ ജനറേറ്റ് ചെയ്ത് കിട്ടും. ഇനി തൊട്ട് താഴെ വീഡിയോ ഓവർവ്യൂ ഉണ്ട്, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണേ. അപ്പൊ അതിനകത്ത് സിനിമാറ്റിക് സ്റ്റൈല്, എക്സ്പ്ലൈനർ ഉണ്ട്, ബ്രീഫ് ഉണ്ട്. ബ്രീഫ് നേരത്തെ പറഞ്ഞു. കൂടുതൽ സിനിമാറ്റിക് സ്റ്റൈലിൽ സിനിമാറ്റിക് സ്റ്റൈൽ കിട്ടണമെങ്കിൽ എക്സ്പ്ലൈനർ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടുതലായിട്ട് കയറി വരും. ലാംഗ്വേജ് നമുക്കറിയാം. ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഈ കാണുന്ന ഇമേജുകളിൽ ഏതെങ്കിലും പോലെ ഔട്ട്പുട്ട് കിട്ടിയാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഔട്ട്പുട്ട് ആയിരിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ അനിമേഷൻ മോഡൽ, അനിമേഷൻ പിക്ചേഴ്സിന്റെ മോഡലിൽ ഈ കാണുന്ന പിക്ചറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ മോഡലിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ക്ലാസിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ നോട്ട് എലമെന്റ് ക്ലാസിക് ആയിട്ടുള്ള സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓട്ടോ കൊടുത്ത് കഴിഞ്ഞാൽ അതിനെ വരും. അത് അതിന്റെ ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ഇമെയിൽ കൊടുക്കുകയാണ്. വീഡിയോ സമയം എടുക്കും, ഓഡിയോ വീഡിയോ സമയം എടുക്കും. റിപ്പോർട്ട്സിനകത്ത് ക്രിയേറ്റ് യുവർ ഓൺ ബ്രീഫിംഗ് ഡോക്സ് ബ്രീഫ് കണ്ട് സ്റ്റഡി ഗൈഡ് ക്രിയേറ്റ് യുവർ ഓൺ ഒന്ന് കൊടുക്കട്ടെ. ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊടുത്തു, എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. റിപ്പോർട്ട് എനിക്ക് വേണ്ട, എനിക്കൊരു വളരെ സിമ്പിൾ റിപ്പോർട്ട് വന്നു. ക്രിയേറ്റ് മീ സിമ്പിൾ റിപ്പോർട്ട്. ജനറേറ്റ് കൊടുത്തു. അത് അതിന്റെ പണി നടക്കുകയാണ്. 3 കളിക്കൊണ്ടിരിക്കുക. ഇനി ക്യൂസ് കിടപ്പുണ്ട്. ഞാൻ ഈ ക്ലാസ് റൂമിനകത്ത് ഓരോന്നിന്റെ ഒരു ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. സ്ലൈഡ് ഡെക്ക് ഒക്കെ ഉണ്ട്. ക്രിയേറ്റ് പ്രസന്റേഷൻ സ്ലൈഡ്സ് ഫ്രം യുവർ ലെസൺസ്. പ്രസന്റേഷൻ സ്ലൈഡ്സ് ഒക്കെ തയ്യാറാക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷൻ സ്ലൈഡ്സിൽ അതുപോലത്തെ സ്ലൈഡ്സ് ഒക്കെ തയ്യാറാക്കുന്ന അതിന് കിടക്കുന്ന സ്ലൈഡ് ഡെക്ക് തയ്യാറാക്കും. പിന്നെ വീഡിയോ റിവ്യൂവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മൈൻഡ് മാപ്പ്, ക്രിയേറ്റ് വിഷ്വൽ മാപ്പ് ഓഫ് ദ ലെസൺ. ഈ നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ലെസണിന്റെ വിഷ്വൽ മാപ്പ് കൊടുക്കാനായിട്ട് ക്വിസ് കൊടുത്തു. ഡാറ്റ ടേബിൾ, അതിന്റെ ഓരോ ഡാറ്റ ടേബിൾ അനുസരിച്ച് തയ്യാറാക്കി സ്ലൈഡ് ഡെക്ക് നമുക്ക് പറഞ്ഞു. പവർ പോയിന്റ് പ്രസന്റേഷൻ വിഷ്വൽ മാപ്പ്, വിഷ്വൽ ആയിട്ടുള്ള ഒരു തയ്യാറാക്കുന്നതിന് ഫ്ലാഷ് കാർഡ്സ്, റീഡിംഗ് കാർഡ് തയ്യാറാക്കുക. ആ ടോപ്പിക്കിനെ കുറിച്ച് ഫ്ലാഷ് കാർഡ്സ് തയ്യാറാക്കാൻ. ഇൻഫോഗ്രാഫിക്സും വളരെ ഉപയോഗമുള്ളതാണ്. നമ്മൾ ഈ ChatGPT ഉപയോഗിച്ച് നമ്മളൊരു നോട്ടുകളൊക്കെ തയ്യാറാക്കി എടുത്തില്ലേ, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഇൻഫോഗ്രാഫിക്സിനകത്ത് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യമേ പറഞ്ഞു, നമ്മൾ മറ്റ് സാധാരണ ഇതിന് മുന്നേ പഠിച്ച ടൂളുകൾ പോലെയല്ല. ഇതിൽ നമ്മൾ വളരെ വിശാലമായിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുന്നു. ഓരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിന്റെ റിസൾട്ടുകൾ നമ്മൾ കാണുന്നു. ശരിയാണോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്തു. തെറ്റാണെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ പ്രോസസ് ചെയ്തു. ഇപ്പൊ 3-4 വന്നു. 4 വന്നിട്ടുണ്ടേ, ബാക്കിയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ വന്നതൊക്കെ നമ്മൾ റിസൾട്ട് ഇപ്പം നോക്കും. മൈൻഡ് മാപ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് മൈൻഡ് മാപ്പ് തിരിച്ചറിയാം? അതിലൊരു ഐക്കൺ വെച്ചിട്ടുണ്ട്. ഐക്കണായിരിക്കും ഇവിടെയും വരുന്നത്. ഇത് രണ്ടും വെച്ചാണ് നമുക്ക് പിടിക്കാം മൈൻഡ് മാപ്പ് ആണെന്നുള്ള കാര്യം. നമുക്ക് നോക്കാം മൈൻഡ് മാപ്പ് എന്താണ്. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മൈൻഡ് മാപ്പാണ്? ഗ്രീൻ എർത്ത്, പ്ലാൻ ക്ലാസിഫിക്കേഷൻ, പ്ലാൻ പാർട്സ്, ഫങ്ഷൻസ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ബാക്കി സാധനങ്ങളൊക്കെ വരും. ഹെർബ്, സോഫ്റ്റ് സ്റ്റെം. ഇതിന്റെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒന്ന് പറയാം, അത് ശരിയാവാം തെറ്റാവാം. AI ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇത് നിങ്ങളൊന്ന് പരിശോധിച്ചോ. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആക്കി വെച്ച് കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. ഇത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം. എന്നിട്ട് പ്രൊജക്ടറിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ ഒക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് മൈൻഡ് മാപ്പ് ഒക്കെ തയ്യാറാക്കി വളരെ സിമ്പിൾ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു, അപ്പോ ലാംഗ്വേജ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റണമെങ്കിലോ വീണ്ടും ചെയ്യേണ്ടി വരുമായിരിക്കും അല്ലെ? തീർച്ചയായും ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോ തെറ്റൊക്കെ ഇപ്പൊ വരാം. ക്വിസിന്റെ ഒക്കെയാണ് ലാംഗ്വേജ് മാറ്റേണ്ടതെങ്കിൽ അവിടെ പോവാണ്ടേ, അവിടെ ഉണ്ടാവും ഓപ്ഷൻ ആയിരിക്കും അല്ലെ? നമ്മുടെ ക്യൂസിന്റെ ഈ കാണുന്നില്ലേ, ഇതാണ് ക്യൂസിന്റെ. അതിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് കയറിയിട്ട്
ലാംഗ്വേജ് മാറ്റാം. ഇപ്പോ ക്വിസിനകത്ത് ഫീവർ മോർ ലെവൽ ഡിഫിക്കൽട്ടി ഈസി ആയിട്ടുള്ളത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുക്കാം. പിന്നെ നമ്മുടെ ഫസ്റ്റ് കൊടുക്കുന്ന ഈ സെറ്റിങ്സിനകത്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ക്രിയേറ്റ് മീ മലയാളം മലയാളം ക്വിസ് ക്രിയേറ്റ് ചെയ്ത് തരാൻ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ ഇതിനകത്ത് കൊടുത്തു. ഇതിനകത്ത് മറ്റേ ഓപ്ഷൻ കാണാത്തതുകൊണ്ടാണ് ഞാൻ പ്രോംപ്റ്റ് ഏരിയയിൽ കൊടുത്തത്. ഫുൾ മലയാളം മീഡിയം ടീച്ചർ ആണെങ്കിൽ ആദ്യമേ സെറ്റിങ്സ് ഒക്കെ മലയാളം ആക്കി. ഓഡിയോ ഓവിയനകത്ത് അങ്ങനെ ഒരു സാധനം ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. പൊതുവെയുള്ള എല്ലാത്തിലും കാണും. പ്ലാൻ ക്വിസിന്റെ കഴിഞ്ഞു. അത് നമുക്ക് റിസൾട്ട് നോക്കാം. പ്ലാൻ ക്വിസിന്റെ വന്നു. മൊത്തം 6 എണ്ണമാണ് നടക്കുന്നത്. 6-ൽ ഒന്നാമത്തെ ഹിന്ദി ഒക്കെ ഉണ്ട്. നമുക്കിതൊക്കെ നമുക്ക് നോക്കാം. രണ്ട് എല്ലാത്തിലും ഹിന്ദി ഉണ്ടോ? 2, 3, 4 ഫുൾ സ്ക്രീനിൽ കാണിക്കും. നമ്മൾ ഇത് നോട്ട്ബുക്കിലാണ് കാണിക്കുമ്പോൾ ഇങ്ങനെ ഫുൾ സ്ക്രീനിലാക്കി. അത് ഫുൾ സ്ക്രീൻ ആക്കാൻ കൊളാപ്സ് മാറ്റിയാൽ കൊളാപ്സ് നോട്ട് കിട്ടും. ചില സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ക്വിസിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. പിന്നെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വേറെ വഴിയുണ്ട്. നമ്മുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ. ഇതിനെ സെലക്ട് ചെയ്ത് കോപ്പി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് കൊണ്ടുപോകാം. നമുക്ക് ഓഡിയോയും വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ അതിനകത്ത് തന്നെ സാധനം തന്നിട്ടുണ്ട്. ഇത് ഇൻഫോഗ്രാഫിക്സിന്റെയാണ്. എന്താണ് ഇൻഫോഗ്രാഫിക്സ് ചെയ്യുന്നത്? ആ ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് ചെയ്യുന്നവര് കിട്ടിയ റിസൾട്ട് ഒന്ന് കിട്ടണേ നമ്മുടെ ഗ്രൂപ്പിൽ. കണ്ടോ? ഓർക്കുന്നുള്ളവർക്ക് അറിയാം, ഞാൻ അതിൽ കൊടുത്ത ആ ഇമേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫോഗ്രാഫിക്സ് ആണ് തയ്യാറാക്കുന്നത്. ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനം. അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പരീക്ഷണം നടത്തേണ്ട? ഇൻഫോഗ്രാഫിക്സ് ഓപ്പൺ ആക്കിയിട്ട് ആ ഇമേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലേ അല്ലെങ്കിൽ ഈ അനിമി സ്റ്റൈലോ ഏതെങ്കിലും ഒരു സാധനം കൊടുക്കുക. കൊടുത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോംപ്റ്റ് ChatGPT-യുടെ സഹായത്താൽ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. എങ്ങനെയാണ് ChatGPT-യുടെ സഹായത്തിൽ കൊടുക്കുക? ടോപ്പിക്ക് ബേസ് ചെയ്ത് നമുക്ക് തയ്യാറാക്കാം. നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാം. അതിനെ ഒന്ന് ഓപ്പൺ ചെയ്യണേ. ആ PDF ഫയലിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തയ്യാറാക്കിയിട്ട് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഈ യൂണിറ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ആക്കി. നമുക്ക് എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കാം. ഗ്രീൻ എയർ. വൈൻ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് ഇൻ വാട്ടർ. ലൈഫ് ഇൻസൈഡ് ദ സീഡ്. ഇതെടുക്കാം. ലൈഫ് ഇൻസൈഡ് ദ സീഡ്. അപ്പോ ലൈഫ് ഇൻസൈഡ് ദ സീഡ് നമുക്ക് ഇങ്ങനെ കോപ്പി ചെയ്യാനൊക്കെ പാടായിരിക്കുമല്ലേ. അതിന്റെ ഒരു ഇമേജ് പ്രിന്റ് സ്ക്രീൻ കൊടുത്ത് അങ്ങ് എടുക്കുകയാണെ. പ്രിന്റ് സ്ക്രീൻ കൊടുത്ത് ഇത്ര ഇമേജിനെ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് പോവാം? ChatGPT-യിലോട്ട് പോവാം. ChatGPT പോകുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ ചെയ്യണമെന്ന കാര്യം കൺഫേം ചെയ്യണം. നമുക്ക് ഇൻഫോഗ്രാഫിക്സിന്റെ അകത്ത് കൊടുക്കാനുള്ള പ്രോംപ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ChatGPT-യിൽ ഓപ്പൺ ചെയ്യാം.
ഇവിടെ നമ്മൾ അതിനെന്താ പേര് പറയണ ഇൻഫോഗ്രാഫിക്സിനകത്ത് കയറിയിട്ട്, അയ്യോ പോയോ, അതിനകത്ത് കയറിയിട്ട് ഡിസ്ക്രൈബ് ദ ഇൻഫോഗ്രാഫിക്സ് അങ്ങനെയാണ് കൊടുക്കാൻ. യു ടു ക്രിയേറ്റ്. എന്നിട്ട് ആദ്യം ഞാൻ അവിടെ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ആ ഇമേജ് അതിനെ ആദ്യം ഇവിടെ പേസ്റ്റ് ചെയ്യാം. വേറെന്തോ, അപ്പൊ സ്ക്രീൻഷോട്ട് ആയിട്ടുണ്ടാവില്ല, അതായിരിക്കും വരാത്തത്. ഈ പ്രിന്റ് സ്ക്രീൻ കൊടുക്കാനുള്ള കീ ഏതാ? PRTSC എന്നാണ് എൻ്റെ ഓരോ കമ്പ്യൂട്ടറിൽ ഓരോ രീതിയിലാണ് കിടക്കുന്നത്. ആ പി ഓക്കെ ആർ ടി കണ്ടു. എസ് കണ്ട്, അതെ. എവിടെയാണ് യൂണിറ്റ് അവിടെ? പ്രിന്റ് സ്ക്രീൻ. ക്ലാസ് റൂം പ്രിന്റ് സ്ക്രീൻ. ChatGPT Ctrl+P, വീണ്ടും അതില്ല. പ്രിന്റ് സ്ക്രീൻ വർക്ക് ചെയ്യുന്നില്ല. വല്ല പ്രശ്നവും കാണാം. F10. ആ, ഇതാണ് ഇതാണ് സംഭവം. ഈ എന്റെ കമ്പ്യൂട്ടറിലെ പ്രിന്റ് സ്ക്രീന് ഇങ്ങനെ ഒരു സാധനം കൂടെ സെപ്പറേറ്റ് വരും. ഞാൻ കൊടുത്തപ്പോൾ വന്നില്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ അത് വെയിറ്റ് ചെയ്തിട്ട് പ്രിന്റ് സ്ക്രീൻ ഇങ്ങനെ കൊടുത്ത് ആ ബോക്സ് പ്രിന്റ് പോലെ സ്ക്രീൻ വരുമ്പോൾ. പ്രിന്റ് സ്ക്രീൻ കൊടുത്തപ്പോൾ നമുക്ക് ഷെയർ അത് കട്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു ആ ഓപ്ഷൻ ആ വരുമല്ലോ. വന്നു എല്ലാ കമ്പ്യൂട്ടറിലും, എന്റെ പഴയ കമ്പ്യൂട്ടറിലും അല്ല, ഇപ്പൊ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് എനിക്ക് വേണ്ട ഏരിയ മാത്രം കൊടുക്കും. ഇപ്പൊ ഒരു ഓക്കെ ആയിട്ടുണ്ടാവും, നോക്കാം. യെസ്, അതായി. അതുകൊണ്ടാണ് ഇവിടെ അത്രയും ഏരിയ മാത്രം അതിനകത്ത് വന്നു. ഇനി നമ്മുടെ ഇതിനകത്ത് കൊടുക്കേണ്ട സാധനം ഡിസ്ക്രൈബ് ദ ഇൻഫോഗ്രാഫിക്. അതിൽ ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി കൊടുത്ത ഐ വോണ്ട് ക്രിയേറ്റ് എന്തോന്ന് ഇൻഫോഗ്രാഫിക് ഫ്രം നോട്ട് ബുക്ക് എല്ലാം. നോട്ട്ബുക്ക് LMൽ ഇതൊന്ന് ചെയ്യണം എനിക്ക്. എന്നിട്ട് ഡിസ്ക്രൈബ് ദ ഇൻഫോഗ്രാഫിക്. ഐ ഐ വാസ് എനിക്കൊരു ചെറിയ ഇൻഫോഗ്രാഫിക് ചാറ്റ് ഇങ്ങനെ നമ്മൾ ChatGPT കൂടെ കണക്ട് ചെയ്ത് ഓ അത് കഥ ഷോർട്ട് മതി, ഷോർട്ട്. ക്രിയേറ്റ് എ കളർഫുൾ ചൈൽഡ് ഫ്രണ്ട്ലി ഇൻഫോഗ്രാഫിക് ടൈറ്റിൽ. ഇങ്ങനെ ഒരു സംഭവം ഇത് നമ്മുടെ ഇതിനകത്ത് കൊണ്ടുപോയി വരില്ല. ഇല്ല. കൊണ്ടുവരുന്നില്ല, ഇപ്പം വരും. ആ ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ അതിനെ പേസ്റ്റ് ചെയ്യും, ആ കിട്ടിയ പ്രോംപ്റ്റ്.
അത് പെട്ടെന്ന് കിട്ടും. ഇൻഫോഗ്രാഫിക്ക് ഇവിടെ വർക്ക് നടക്കാൻ നമുക്ക് എന്തൊക്കെ കഴിഞ്ഞു. ഒരു ഓഡിയോ കിട്ടിയേട്ടാ. ഇതാണ് ഒരു ഓഡിയോ. ഓഡിയോ ഓൺലി. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. റൂത്ത്ലെസ് ആർക്കിടെക്ചർ. സ്റ്റാർട്ട് ആയില്ല. ഡൗൺലോഡ് ആകുന്നത്. ആ, വരും, പ്ലേ ആവും. ഞാൻ പറഞ്ഞു തന്നോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഈ യെസ് സ്റ്റാർട്ട്. അത് ഇംഗ്ലീഷാണ് ജനറേറ്റ് ചെയ്തത്. മലയാളം ഇതിനകത്ത് എവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാളം കൊടുത്താൽ മലയാളവും വരും. ഓഡിയോ റിവ്യൂവിനകത്തെ മലയാളം ഇതായിരിക്കും, മലയാളമായിരിക്കും. അപ്പോൾ അത് സമയമെടുക്കും, ഒരു 10-15 മിനിറ്റ് എടുക്കും. ഒന്ന് പ്രോസസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും സംഭവം ആവും. ഇത് ഈ സ്ലൈഡ് ഡെക്ക് പ്രസന്റേഷൻ മോഡൽ പറഞ്ഞിരുന്നില്ലേ നേരം, അതാണിത്. സ്ലൈഡ് ഡെക്ക് ഒന്ന് തുറന്നു നോക്കുകയാണെ. ഇപ്പോ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ച് പിക്ചേഴ്സ് ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കും. ആ ചാപ്റ്ററുമായിട്ട് ബന്ധം നമ്മൾ ഏതിൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ ടീച്ചേഴ്സ്? പ്രൊജക്ടറിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓരോ ഇമേജ് എടുത്ത് വെച്ച് നമുക്ക് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് റെഡിയാക്കാം. ഓരോന്നിന്റെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അത് സ്ലൈഡ് ഡെക്കിന്റെ അകത്താണ് ഈ പ്രസന്റേഷൻ പോലത്തെ സാധനങ്ങൾ വന്നത്. റൂത്ത്ലെസ് ആർക്കിടെക്ചർ നമ്മൾ ഓപ്പൺ ആക്കി. പ്ലാന്റ് ക്യൂസ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അതിനകത്ത് നമ്മൾ പറഞ്ഞില്ല 4/6 ആണ് കണ്ട. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുക്കുക. ആവശ്യമുള്ളതിനകത്ത് കോപ്പി എടുത്ത് നമ്മുടെ മറ്റേതെങ്കിലും സോഴ്സുകളിൽ ഈ ക്യാൻവയോ അല്ലെങ്കിൽ വേർഡോ ഫയലിലോ ഒക്കെ നമുക്ക് കോപ്പി ചെയ്തിട്ട് നമുക്കതിനെ റീയൂസ് ചെയ്യാൻ സാധിക്കും. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിൽ തന്നെ നോട്ട്ബുക്ക് എല്ലാം പോലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ് ഇൻഫോഗ്രാഫിക്ക് ഞാൻ കൊടുത്തതാണേ. ആ പ്രോംപ്റ്റ് ഞാൻ കൊടുത്തു വെച്ചിട്ടുള്ള അതിന്റെ റിസൾട്ട് ഒന്ന് കണ്ടോട്ടെ. ഞാൻ ChatGPT പോയി ChatGPT കൊണ്ട് ജനറേറ്റ് ചെയ്യിച്ചല്ലോ. അതാണ് ലൈഫ് ഇൻസൈഡ് ദ സീഡ്. ഞാൻ കൊടുത്തത് അത് തന്നെയാണോ? സീഡുമായിട്ട് ബന്ധപ്പെട്ടാണോ? യെസ്. ആ, ലൈഫ് ഇൻസൈഡ് ദ സീഡ്. നമുക്ക് എന്ത് ഇതിനകത്ത് ഉള്ളതിനേക്കാൾ നമുക്ക് ഈ ഇമേജല്ലേ കുറച്ചും കൂടെ ഉപയോഗമുള്ള അല്ലേ? ഇതൊക്കെ കുട്ടികൾ നോക്കിയൊക്കെ ഇരിക്കും ഇത് പറയുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ കൂടുതലായിട്ട് സെറ്റപ്പ് ചെയ്യും. ആ പ്രോംപ്റ്റ് നമുക്ക് ഇത് ഈ ക്ലാസ് റൂമിൽ ഇട്ടായിരുന്നു. ഞാൻ ഇതിനകത്തിടാം, നമ്മുടെ ക്ലാസ് റൂമിനകത്തിടാം. Day 6 നമ്മുടെ ക്ലാസ് റൂമിനകത്ത് ഇടാം. ഓക്കെ. എങ്ങനെ എളുപ്പത്തിൽ ഇതെല്ലാം കൂടെ നിറഞ്ഞു കിടക്കുകയാണ്. ഇതിനകത്ത് ഓഡിയോ ഓവർവ്യൂ ഒക്കെ പറയുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ടാണ് പ്രോംപ്റ്റ് കൊടുക്കുന്നത്. ആദ്യത്തെ അത്രയും നമ്മുടെ ഇതിനകത്ത് യൂസ് കേസുകൾ കുറച്ച് പറയുന്നുണ്ടേ. അതിന്റെ അത് പറയുന്നതിന് മുമ്പായിട്ട് ഇട്ടാൽ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ഇതിലൂടെ മിക്സ് ചെയ്യണ്ട. Day 6 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു പേജ് ചെയ്യാം. അതിനകത്തിട്ടാം പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു. Batch 3 ക്ലാസ് വർക്ക് ക്രിയേറ്റ് മെറ്റീരിയലിനകത്ത് Day 6 പ്രോംപ്റ്റ് നൽകാം. അതിനകത്ത് EVS ഇൻഫോഗ്രാഫിക് പ്രോംപ്റ്റ്. ഞാൻ പ്രോംപ്റ്റ് കണ്ടെത്തിയ വഴിയൊക്കെ ശ്രദ്ധിച്ചല്ലേ അല്ലേ? അത് നോക്കി അതുപോലെ അങ്ങ് ചെയ്യാം. അത് എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം. പ്രോംപ്റ്റ് എന്നാണ് എൻ്റെ പേര്.
ഡേ 6 ഉണ്ട്, ഡേ 6 പ്രോംപ്റ്റ് ഉണ്ട്. ഇൻഫോഗ്രാഫിക് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനെടുത്ത് ഇതുപോലെ എല്ലാത്തിന്റെയും താഴെ നമുക്ക് ഇത് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തയ്യാറാക്കാം. മലയാളമോ ഇംഗ്ലീഷോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. മലയാളത്തിന്റെ നമുക്കറിയാം ഭയങ്കര റിസൾട്ട് പ്രതീക്ഷിച്ചൊന്നും അങ്ങോട്ട് പോകരുത്. എന്തെങ്കിലും കിട്ടും, അതിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യും. ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് ഓക്കെയാണ്, കോൺഫിഡന്റ് ആണ്. യെസ് എസ് തയ്യാറാക്കാൻ ടീച്ചർ. വേണ്ടി നമ്മൾ ആ എന്താണ് സാർ ഞാൻ അതിൽ ഒരാൾ ഞാൻ ഒരാൾ ചോദി ഈ പ്രോംപ്റ്റ് ഒരാൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ എന്ത് പ്രോംപ്റ്റാ കൊടുക്കേണ്ടത്? അത് തന്നെ എനിക്കും ചോദിക്കാം. ഞാൻ ഇവിടെ ഇടയ്ക്ക് ബ്രേക്ക് ആയിരുന്നു, അപ്പൊ അത് കേട്ടില്ല. ഓക്കെ, ഞാൻ കൊടുത്ത പ്രോംപ്റ്റ് കൂടെ ഒന്ന് സാർ ഇട്ടുതരാം. കേൾക്കുന്നുണ്ടോ? ഐ വോണ്ട് ക്രിയേറ്റ് ഹലോ, ഒരു ഇൻഫോഗ്രാഫിക് ഫ്രം. ഡൗട്ട്. യെസ്, ചോദിച്ചോളൂ ഹലോ, കേൾക്കാം. അതന്നെ. പ്രോംപ്റ്റ് തയ്യാറാക്കുന്ന പ്രോംപ്റ്റ് തയ്യാറാക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ. ഉം. ആ തയ്യാറാക്കാൻ കൊടുക്കാൻ നമ്മൾ എന്ത് പ്രോംപ്റ്റാ കൊടുക്കണേ എന്നുള്ളത് അത് ഞാൻ മനസ്സിലായില്ല. അതിനെ പ്രോംപ്റ്റ് സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്, കണ്ടോ? ക്ലിയർ സ്ക്രീനിൽ ആവുന്നില്ല. ഞാൻ മൊബൈലിലാണ് കാണുന്നത്, കാരണം എനിക്ക് അത്ര കൂടി ക്ലിയർ. ടീച്ചറെ, ഇതില്ലെങ്കിൽ ഇത് ആ കഴിഞ്ഞിട്ട് വീഡിയോ കാണുക. ക്ലാസ് കഴിഞ്ഞിട്ട് വീഡിയോ കാണും, അതിനകത്ത് വളരെ ആ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. ഇത് ഞാൻ പറഞ്ഞത് ഐ വോണ്ട് ക്രിയേറ്റ് ഇൻഫോഗ്രാഫിക്. ഐ വോണ്ട് ആ ക്രിയേറ്റ് ഇൻഫോഗ്രാഫിക് ഫ്രം നോട്ട്ബുക്ക് എല്ലാം എന്ന് എനിക്ക് ഇൻഫോഗ്രാഫിക് ഉണ്ടാക്കാം. ഡിസ്ക്രൈബ് ആ ദ ആ ഇൻഫോഗ്രാഫിക് ഐ വാസ് അറ്റാച്ച്ഡ്. ഞാനൊരു ഉം, ആ ഞാനൊരു ആ, ഞാനൊരു ഇൻഫോഗ്രാഫിക് അല്ല, ഞാനൊരു ഇമേജ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിനെ ഉണ്ടാക്കാനാണോ? അതുമായിട്ട് ആ ബേസ് ചെയ്തിട്ടുണ്ട്. സാർ ആ അത് ഈ ഒരു പ്രോംപ്റ്റും കൂടി അതിനകത്ത് അങ്ങ് ഇട്ടാ പോരെ? ഇട്ടാ യാ നമുക്ക് യാ യാ എളുപ്പമാണല്ലോ. തീർച്ചയായും ഇടും. എന്നിട്ട് ഹെഡിങ്ങും കൂടെ കൊടുക്കാം. ഇത് റിസൾട്ട് ആണ്. റിസൾട്ട് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ മനസ്സിലാവുമല്ലോ. ഇത് റിസൾട്ട്. ഇനി ചാറ്റ് ജിപിടിക്ക് കൊടുത്ത നിർദ്ദേശം. ചാറ്റ് ജിപിടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇൻഫോഗ്രാഫിക് എന്ന് പറഞ്ഞ തെറ്റാണ്. അത് മനസ്സിലാക്കി അങ്ങ് ചെയ്തു. ഡിസ്ക്രൈബ് ദ ഇമേജ് ഐ വാസ് അറ്റാച്ച്ഡ്. ഞാൻ അറ്റാച്ച് ചെയ്ത ആ ഇമേജിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് കറക്റ്റ്. അപ്പൊ ഇത് നമുക്ക് ഇൻഫോഗ്രാഫിക്ക് മാറ്റിയിട്ട് നമുക്ക് മറ്റേ റിപ്പോർട്ടാണെങ്കിൽ റിപ്പോർട്ട് എന്ന് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഐ വോണ്ട് ക്രിയേറ്റ് റിപ്പോർട്ട്. എ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഈ എക്സാമ്പിൾ കൊടുക്കാതെ എങ്ങനെയാന്നുള്ളതാണ്. ഞാൻ ആ ഇമേജ് കൊടുത്തതാണോ ടീച്ചർ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുക്കാതെ നമ്മള് അതിനകത്ത് ആ ഡിസ്ക്രൈബ് എന്ന് പറയുന്ന ഏരിയയിൽ ഇതിപ്പോ ഫുൾ യൂണിറ്റ് ആണ് കിടക്കുന്നത്. നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അത്രയും മാത്രം ഒരു യൂണിറ്റിനെ ഒരു കുഞ്ഞു പാർട്ട് മാത്രമാക്കി ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിന് നമുക്കായിരുന്നാലും മനസ്സിലാവില്ല ഇതൊരു ഫുൾ യൂണിറ്റ് ആണ് ഇതിനകത്ത് കിടക്കുന്നത്. നമ്മൾ ഒരു മെഷീനോട് പറയാണ് ഇന്ന സാധനം മാത്രം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ചിലപ്പോൾ അതിന് തോന്നണ പോലെയൊക്കെ ചെയ്തേക്കും. മറ്റേത് ഒരു പേജ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യും. ടീച്ചർ പറഞ്ഞ ചോദ്യത്തിനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ PDF ഒരു സിംഗിൾ പേജ് മാത്രമായിട്ട് ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന്റെ ആ ലൈൻ മാത്രം. ഇതിപ്പോ സെർച്ച് ചെയ്യാൻ ഇങ്ങനെ സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇവിടെ നിന്ന് പിടിക്കുമ്പോൾ അവിടെ ചാടും, ഇതിന്റെ ഇടയിലൊക്കെ ചാടി പോകും. സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ ഏകദേശം ഇത്രയും മാത്രം കിട്ടി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ ഒരു ഇമേജ് ഇങ്ങനെ എടുത്തിട്ട് ഇതിനു വേണ്ടി ഒരു ഇൻഫോഗ്രാഫിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാ അല്ലെ? ചാറ്റ് ജിപിടിയുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ആ കിട്ടിയതിനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിച്ചത്. അത് ഒരെണ്ണത്തിൽ പറഞ്ഞെങ്കിലും ഇത് എല്ലായിടത്തും ഉപയോഗിക്കാം. ഓഡിയോ ഓവർവ്യൂവിൽ ഉപയോഗിക്കാം. വീഡിയോ വീഡിയോ കഴിഞ്ഞിട്ട് അത് നോക്കാം. വീഡിയോ ഒക്കെ കഴിഞ്ഞു. ലാംഗ്വേജ് അങ്ങനെ മാറി വരുന്നില്ലല്ലോ, എല്ലാം എനിക്ക് ഇംഗ്ലീഷിൽ തന്നെയാ വരുന്നത്. ടീച്ചർ ഓഡിയോ ഓവർവ്യൂവിൽ കാണിച്ചു തരട്ടെ. ഓഡിയോ ഓവർവ്യൂ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇല്ലേ? അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് ലാംഗ്വേജ് കാണിക്കും. അതിനകത്ത്
നമുക്ക് വേണ്ട മലയാളം ലാംഗ്വേജ് അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒരു മലയാളം നമുക്ക് ചെയ്യാം. മറാഠി, തമിഴ്, മലയാളം ഷോർട്ട് കൊടുക്കുക. ഷോർട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടാം. ഇവിടെ ഒരു ക്രിയേറ്റ് മീ സിമ്പിൾ, സിമ്പിൾ ഓവർവ്യൂ. ജനറേറ്റ് കൊടുക്കുമ്പോൾ അതിന്റെ പണി കൊള്ളാം. ഇപ്പൊ ഇത് മലയാളത്തിലായിരിക്കും ഇപ്പൊ ഈ ഞാൻ കൊടുത്ത സാധനം ആയത് വരുമ്പോ നമുക്കൊരു വീഡിയോ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. വീഡിയോ ഓവർവ്യൂ. അതാണ്. ഇത് വീഡിയോ അല്ല, റിപ്പോർട്ടാണ്. ഇപ്പൊ വീഡിയോ കൊടുത്തിട്ടാണ്. വീഡിയോയ്ക്ക് ഇങ്ങനത്തെ പ്ലേ ബട്ടൺ ഉള്ള സിമ്പലാണ്. അതുണ്ടോ? അതാണ് പ്ലാൻ ബട്ടൺ. യെസ്, നമുക്ക് നോക്കാം. ഗ്രീൻ എർത്ത് ഗൈഡ്. വാവ്, കറക്റ്റ് അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഇതുപോലത്തെ കുറെയൊക്കെ ചെയ്ത് നോക്കാം. അതിന് ഡൗൺലോഡ് ഉണ്ട്. ഈ മൂന്നിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ഫോണിലൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ ഉപയോഗിക്കുക, പഠിക്കുക. പരീക്ഷണങ്ങൾ ഒരുപാട് ചെയ്ത് റെഡി വേണം ക്ലാസ് റൂം പ്രവർത്തനമായിട്ട് ഉൾപ്പെടുത്താൻ. വീഡിയോസ് ഒക്കെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൂൾസ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് കൊണ്ടുപോയി കുറച്ച് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. വീഡിയോകൾ കൊണ്ടുപോകും. ഇനി ഇൻഫോഗ്രാഫിക്സിനകത്ത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ക്യാൻവയിൽ കൊണ്ടുപോയി ആവശ്യമില്ലാത്തതിനെ കട്ട് ചെയ്ത് കൂടുതൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്താം. ഭയങ്കര കട്ടിയാണെങ്കിൽ നമുക്ക് സ്വന്തം വാക്കുകൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. നമ്മൾ എല്ലാ പഠിച്ച ടൂളുകളെല്ലാം കൂടെ കണക്ട് ചെയ്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. യെസ് ടീച്ചേഴ്സ്, നമ്മൾ ഇതുവരെ നോക്കിയത് ഒരു PDF അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞ നോട്ട്ബുക്ക് LM-നകത്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ആഡ് സോഴ്സിനകത്ത് നമുക്ക് കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ചെയ്യാം. മറ്റൊരു വീഡിയോ എനിക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു നോട്ട്ബുക്ക് എല്ലാം ഓപ്പൺ ആക്കുകയാണ്. വേറെ ഒന്നും ചെയ്തില്ല, ഫ്രണ്ടിൽ പോയിട്ട് നോട്ട്ബുക്ക് എല്ലാം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ ഈ ഫ്രണ്ട് പേജ് ഇങ്ങനെ വന്നു. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ ആണ്. യൂട്യൂബ് വീഡിയോയിൽ എന്തെങ്കിലും ഒരു ടോപ്പിനെ കുറിച്ച് സംസാരിക്കുമല്ലോ, ഹെൽത്തിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ റാൻഡം ആയിട്ട് ഒന്ന് പിക്ക് ചെയ്യണം. യൂട്യൂബ് എടുത്തിട്ട് എനിക്കൊരു ടോപ്പിക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യും? ഉണ്ടോ സജസ്റ്റ് ചെയ്യാൻ ഒരു യൂട്യൂബ് വീഡിയോ? സാറേ അപ്പൊ ഇതുവരെ ചെയ്തതിന്റെ റിസൾട്ട് ഒന്നും കണ്ടില്ലല്ലോ. ആഹാ, കാണാൻ എല്ലാം വന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണ് പറഞ്ഞത്. സൈഡിലുണ്ട്. അല്ല, അത് കാണാനേ ഇതില് സ്ക്രീനിൽ കണ്ടില്ലേ ടീച്ചർ? നോക്കുക, ഗ്രീൻ എന്താണാവോ ഗ്രീൻ എർത്തിന്റെ ഒരു വീഡിയോ നമ്മളിപ്പോ കണ്ടു. ഇതെന്റെ റിസൾട്ടാണ്. ക്ലിയർ. ക്ലിയർ അല്ല? ഈ സൈഡ് സ്ക്രീനിലല്ലേ? ആ ആ ആ ആ ആ ടീച്ചർ ശ്രദ്ധിച്ചില്ലല്ലേ? ഇതാണ് സംഭവം. ഈ കാണുന്നതാണ് എന്റെ റിസൾട്ട്. അല്ല, എന്റെ മൊബൈൽ സ്ക്രീൻ വളരെ ചെറുതാണ്. ആ അതില് ഒരു സൈഡിലും ആയപ്പോ മനസ്സിലായി ശരിക്കും മനസ്സിലായി. അങ്ങോട്ട് ഓക്കെ കണ്ടില്ല. ഓക്കെ ടീച്ചർ, ഇതാണ് സംഭവം. റിസൾട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ശരി. ഇങ്ങനെ ഇങ്ങനെ ആ കാണാം. ആ ഇതിൽ ഓക്കെ. കണ്ടില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് വരും. ആ ഓക്കെ ടീച്ചർ, എന്തായാലും ചോദിച്ചത് നന്നായി. അപ്പോ അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ട്. അതിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഒരു മലയാളം ഓഡിയോ ഓഡിയോ മാത്രമേ വരാനുള്ളൂ. ബാക്കി എല്ലാം നമ്മളെ ചെറുക്കം ചെയ്ത് തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് വേണ്ടത് ഓൺ ദ സ്പോട്ടിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ? അടുത്തത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ചെയ്തത് പോകുമായിരിക്കും അല്ലേ? വീഡിയോ ഓഡിയോ പോലെ അല്ലല്ല, അങ്ങനെ പോകില്ല. നമുക്കെല്ലാം കിടക്കന്നെ. നമ്മൾ കൊടുത്ത എല്ലാ സാധനങ്ങളും കിടപ്പുണ്ടോ? നമ്മള് അല്ല, നമ്മൾ ഇതിന് പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ പുതിയത് ദാ ഇപ്പുറത്ത് ഞാൻ ഓപ്പൺ ആക്കി, ഇതുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ വേറെ ഒരെണ്ണം ഓപ്പൺ ആക്കി വെച്ചിരിക്കാം. കണ്ട ടീച്ചർ സ്ക്രീനിൽ കണ്ട, ഇത് നമ്മുടെ സസ്യ ലോകത്തെ അത്ഭുതങ്ങൾ. ഇത് നോട്ട്ബുക്ക് അല്ല, പുതിയത്. നിങ്ങൾക്ക് ഞാൻ യൂട്യൂബ് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തതാണ്. കണ്ടോ? ഇത് കൊടുക്കുമ്പോഴും താഴെ മറ്റേ റിസൾട്ട് കുറെയൊക്കെ കാണിക്കും. മറ്റേതിന്റെ പഴയ റിസൾട്ട് കുറെയൊക്കെ അതിനകത്ത് വരും. നേരത്തെ ചെയ്ത വന്നു. ഓക്കെ, ഒന്ന് നോക്കാം. നമുക്കൊരു യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് നമുക്ക് ചൈൽഡ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൊടുത്തിട്ട് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, ഒരു മനസ്സിൽ വന്ന ഒരു വാക്ക്, ചൈൽഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ചിൽഡ്രൻസ് ഹെൽത്ത് കെയർ. ഇതാണ് വീഡിയോ. ഈ വീഡിയോ ഇത് 15 സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ. ഇത് ആരോഗ്യം ഈ കള്ളൻ. കുട്ടികളുടെ ആരോഗ്യം. യെസ്, ഇത് ഡോക്ടർ ശരിക്കുള്ള ഡോക്ടർ. ഡോക്ടർ മനോജ് ജോൺസൺ. അപ്പൊ കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് ഡോക്ടർ പറയണ. ഓക്കെ ഓക്കെ, അതെടുത്തു. അതിനെ അങ്ങ് അതിനെ ഞാൻ കോപ്പി എടുത്തു. ജീവിതശൈലിയെ കുറിച്ചൊക്കെ ആ ഡോക്ടർ പറയുന്നതാണ്. അതിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ആഡ് സോഴ്സ് കൊടുത്തു. ഇവിടെയും പേസ്റ്റ് ചെയ്യാം, ഇതിനകത്ത് പേസ്റ്റ് ഇത് ഇവിടെ ഈ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ കൊടുക്കുക. നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ കാണുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കുത്തിയിരുന്ന് കേൾക്കാനൊന്നും വയ്യോ. 4-5 മണിക്കൂറൊക്കെയാണ്. അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ അതിനെ ഇതുപോലെ ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇത് ഒന്നും മാത്രമല്ല, നമുക്ക് ഇതുപോലെ ഒരുപാട് ടോപ്പിക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ കാണും. അപ്പൊ എല്ലാ വീഡിയോസും നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നമുക്ക് സ്പീച്ചിനൊക്കെ നമുക്ക് പോകുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ സാധ്യതകളാണെന്നോ ടീച്ചിങ്ങിന് മാത്രമല്ല, പല സ്ഥലത്തും ഇപ്പൊ ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ, ഇത് മറ്റൊരു ഡോക്ടറാണ്. അപ്പൊ ആ, അപ്പൊ ഈ ഡോക്ടറിന്റെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണേ. അപ്പോ അതിനെ എടുത്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അപ്പൊ രണ്ടെണ്ണം ഈ ആരോഗ്യ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ ഓഡിയോ ഓവർവ്യൂവിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് മലയാളം കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കൊടുത്ത് ഗീവ് മീ സിമ്പിൾ ഓവർ. അപ്പൊ ഈ രണ്ട് ഇതിനെ എടുത്ത് വെച്ച് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആക്കി ചെയ്യും. അതാണ് സംഭവം. ഇപ്പൊ നോട്ട്ബുക്ക് എല്ലാം നല്ലൊരു ടൂളാണ്. ടീച്ചിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ്. നമുക്ക് വേണ്ടി ആദ്യം തന്നെ റിസർച്ച് ചെയ്ത് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി തരും. അപ്പൊ അത് കേട്ട് പഠിച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാനോ ഒരു പ്രസംഗം മറ്റു പല പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരു കാര്യം തന്നെയാണ് എല്ലാത്തിലും വരേണ്ട. ഒരു പറയാനും എളുപ്പമാണ്, നമുക്ക് ചെയ്യാനും എളുപ്പമാണ്. മറ്റേതുപോലെ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്ത പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ടാസ്ക് അല്ല, എല്ലാവർക്കും വളരെ എളുപ്പം ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുന്ന ടൂളാണ്. ഇനി സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടോ?
ഉണ്ട്, 41 പേരുണ്ട്. ടീച്ചേഴ്സ് ആപ്പ് സ്റ്റാർ. ആ ആപ്പില് നോട്ട്ബുക്ക് എല്ലമിന്റെ ആപ്പില് പിന്നെ ഓഡിയോ റിവ്യൂ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ സബ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ, കുറെ പല രീതിയിൽ ഇങ്ങനെ കാണിച്ചില്ലേ, അതൊന്നും ഇല്ല ആപ്പില്. ഞാൻ ആപ്പും കൂടെ ഒന്ന് ചെയ്യാം. ചെയ്തു. ഒരു വീഡിയോ ചെയ്ത് അയച്ചിട്ടുണ്ട്. ആ ആ ടീച്ചർ കിട്ടി. ഇതിലാണോ, ഫോണിലാണോ ചെയ്തേ? അല്ല ലാപ്പില്. ആ ഓക്കെ. ആ ടീച്ചറിനെ കിട്ടി. ബാക്കിയുള്ളവർ ചെയ്യും. ആ ജൂലിയ ടീച്ചർ അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ ഈ ഫോണിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടെ. നോട്ട്ബുക്ക് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തു. ആ സമയത്ത് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഫോണിലല്ലാതെ നേരിട്ട് ചെയ്തപ്പോൾ ഉള്ള വേറെ വിഷയങ്ങളൊന്നും വരാനില്ല. ഇത് വളരെ സിമ്പിൾ ആണ്. ഈ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം. പിന്നെ ലാംഗ്വേജ് മാറിക്കിടക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന സെറ്റിങ്സിനകത്ത് കാണിക്കും. അതിനെ എടുത്ത് കറക്റ്റ് ആക്കി വയ്ക്കുക. വേറെ വേറെ കോംപ്ലിക്കേഷൻ വരുന്ന സാധനങ്ങളൊന്നും ഇല്ല. പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഇനി നമുക്ക് അടുത്ത ബാച്ച് വരുന്ന ഫ്രൈഡേ ഇല്ലേ ടീച്ചേഴ്സ്? ഫ്രൈഡേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്, വൈഫിന്റെ. അപ്പം നമുക്ക് മൺഡേ കാണാം. മൺഡേ കാണുമ്പോഴത്തേക്കും മൺഡേ നമ്മളെ ടൈം 8 to 9 ആണ്. നമുക്കിത് രണ്ടും കൂടെ മെർജ് ചെയ്യാം. അപ്പം ഡേ 7ഉം ഡേ 8ഉം കൂടെ കൂടുതൽ സമയം എടുത്ത് തീർക്കാം. തീർന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊരു ദിവസം അങ്ങോട്ട് തള്ളി പോകുന്നേ ഉള്ളൂ. ഫ്രൈഡേ നമുക്ക് ക്ലാസ് ഇല്ല. അതിന് പകരം മൺഡേ സെയിം ടൈം 8. ഒരു ഓക്കെ, ഒരു ലൈക്ക് ഇട്ട് തരൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്റെ സ്ക്രീനിൽ ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് സ്റ്റുഡിയോ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് ടീച്ചറെ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കാണിക്കുകയാണല്ലോ. നിങ്ങൾ എന്ത് പറഞ്ഞ് ബുദ്ധിമുട്ട് പറഞ്ഞ്? സാറ്റർഡേ പറ്റുമോ മനോജ് സാറേ? സാറ്റർഡേ ഓൾറെഡി ഇനി ഇത് വളരെ അങ്ങോട്ടുള്ള സാധനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള സാധനങ്ങളൊന്നും ഇല്ല. സാറ്റർഡേ പറ്റും. സാറ്റർഡേ 8 to 9 ബാച്ച്. അത്രയായിട്ട് ഞെരിക്കണ്ട സാറേ. എനിക്ക് തോന്നുന്നു അത് തന്നെ മൺഡേ രണ്ട് സംഭവം 1.5-2 മണിക്കൂറോളം പോയാലും കുഴപ്പമില്ല. 8 to 9 അല്ലേ? 9:30 കൂടി നമുക്ക് തീർക്കാം. ഒരമണിക്കൂർ ഇങ്ങോട്ട് ചാടയില്ലേ? മൺഡേ നോക്കാം. അപ്പൊ 2 ഡേ കമ്പൈൻ ചെയ്തു. ആ ഓക്കെ. അപ്പൊ ഈ ഫോണിൽ ഞാനിപ്പോ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കതിനകത്ത് ഈ ഓഡിയോ റിവ്യൂവിലെ ഈ ഗ്രേറ്റർ ദാൻ സിമ്പൽ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെ ഷോർട്ട്, മീഡിയം, ലോങ് എല്ലാം കാണിക്കുന്നുണ്ട്. പ്രോംപ്റ്റ് ഏരിയ കാണിക്കുന്നുണ്ട്. ആ ടീച്ചർ പിന്നെ എന്താണ് പറഞ്ഞേ? ഒന്ന് ക്ലിയർ ചെയ്യോ? ഞാൻ ഫോൺ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഫോണിൽ ചെയ്ത ടീച്ചർ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞല്ലോ, എന്താണ്? ഹലോ, അത് ഞാനാണ്. ഫോണിൽ ഇങ്ങനെ ഓഡിയോ ഓവർവ്യൂ എന്നുള്ള ഫോണിലെന്നല്ല, അങ്ങനെയല്ല പറഞ്ഞത്, ആപ്പില്. ഞാൻ മാറി പറഞ്ഞോ, ഫോണില്. അല്ല, ഫോണിലെ ആപ്പാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ആപ്പില് നോക്കുമ്പോ ഓഡിയോ ഓവർവ്യൂ കാണുന്നുണ്ട്. അതിനെ അമർത്തുമ്പോ ഇങ്ങനെ വേറെ കുറെ ഓപ്ഷൻസ് കാണിച്ചില്ലേ സാർ ഈ സ്റ്റുഡിയോ നമ്മൾ എടുത്താം. സ്റ്റുഡിയോ അങ്ങനെ എടുത്താം. കുറെ അത് അതിലിപ്പോ അങ്ങനത്തെ ഓപ്ഷൻസ് സബായിട്ട് വരുന്ന ഒരു സോഴ്സ് ഓപ്ഷൻസ് ഉണ്ട്, ചാറ്റ് ഉണ്ട്, സ്റ്റുഡിയോ എന്നാണ് ഇതിനകത്ത് കാണിക്കുക ആപ്പിനകത്ത്. അതെ, സ്റ്റുഡിയോയില് ഓഡിയോ ഓവർവ്യൂ കിട്ടി.
സ്റ്റുഡിയോ എന്നുള്ള അമർത്തിയാല് ഓഡിയോ ഓവർവ്യൂ എടുത്തു. അപ്പൊ ഓക്കെ, നിങ്ങൾ ഓഡിയോ വിജയിച്ചു. ഓവർവ്യൂ അമർത്തുമ്പോ അതില് കറങ്ങും, സബ് കറങ്ങും, ഓപ്ഷൻസ് ഇല്ലേ? കറങ്ങും. അതിന് വേണ്ടി നിങ്ങൾ അങ്ങ് അറ്റത്തൊരു ബട്ടൺ ഇല്ലേ, ഒരു ഗ്രേറ്റർ ദാൻ സിമ്പൽ ഒക്കെ ഉണ്ട്, കണ്ട? നോക്കട്ടെ. കണ്ട? അതില് അതിൽ ക്ലിക്ക് ചെയ്തില്ല, നിങ്ങൾ അല്ലാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കിടന്ന് കറങ്ങും. സ്റ്റുഡിയോ എടുത്തു. സ്റ്റുഡിയോ എടുത്തു. നിങ്ങൾ ആ ഓഡിയോ ഓവർവ്യൂവിൽ അവിടെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ നോക്കി, ആ ആ കണ്ട? സ്റ്റുഡിയോയില് ഓഡിയോ ഓവർവ്യൂല് അതുണ്ട്. അത് കിട്ടി അതില് എനിക്കിത്. അത് അതിൽ പിന്നെന്താ ഓപ്ഷൻസ് പ്രശ്നം? വരുന്നില്ല. ഞാന് സ്ക്രീൻഷോട്ട് വിട്ടുതരാം. ഗ്രൂപ്പിലാന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് സബ് ഓപ്ഷൻസ് കിട്ടുന്നില്ല. അതായത് പല വിധത്തിലുള്ള ഓഡിയോ ഓവർവ്യൂ എന്ന് പറഞ്ഞില്ലേ, പല വിധത്തില്. ഞാൻ എന്റേത് ഷെയർ ചെയ്യാം, നിങ്ങൾ അത് എങ്ങനെ വരണമുണ്ടാന്ന് നോക്കാം. ആ സാറേ, ഓ, പറയടിക്കും. സാർ ഇപ്പം രണ്ട് പ്രാവശ്യം അത് എടുത്തില്ലേ ആ, നമ്മളെ നോട്ട്ബുക്കിന്റെ? അപ്പൊ ആദ്യത്തെ എടുത്തു, പിന്നെ രണ്ടാമതല്ലേ മാറ്റിയിട്ട് യൂട്യൂബിന്റെ എടുത്തത്? അതെ, അപ്പോ നമ്മൾ ആ ഒന്നിനകത്ത് തന്നെ ആണെങ്കിൽ നമുക്കത് പറ്റൂലല്ലോ. രണ്ടെണ്ണം തന്നെ വേറെ സ്ക്രീൻ ആയിട്ട് എടുക്കണ്ടേ, ആ, പുതിയ അതെ, ടാബ് അതെ, എടുക്കുക. ആ അതെ, 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 അപ്പോ അതെ. ആപ്പിലാണെങ്കിൽ അത് പറ്റൂലല്ലോ നേരം. പറ്റൂല്ലോ, ആപ്പിൽ എങ്ങനെ ചെയ്യാം പറഞ്ഞുതരാം. ആപ്പിലും അങ്ങനെ പറ്റും? ഓ, ഓ, ആപ്പിൽ നമ്മൾ ഇതിന്റെ ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ, ഞാനിപ്പം എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, എങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, മൊബൈൽ അപ്പൊ നമ്മള് സ്ക്രീനകത്ത്, മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് സ്ക്രീൻ. വെക്കുന്നതായിരിക്കും. എന്താ ടീച്ചർ? ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ആം, ഓരോ ടോപ്പിക് ബേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാ. അത് പിന്നീട് നമുക്ക് ഏതിലാണോ, ഇപ്പൊ വീഡിയോ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ മറ്റു സോഫ്റ്റ്വെയറിലോട്ട് നമ്മൾ കൊണ്ടുവരുമല്ലോ, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇത് മൊബൈൽ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഞാൻ ചെയ്ത വർക്കുകളൊക്കെയാണ്, ഓരോ പേജുകളായിട്ട് ഞാൻ കാണും. നോട്ട്ബുക്ക് എല്ലാം ചെയ്ത് കണ്ടോ, റീസെന്റ് വർക്ക്സ്, ഇങ്ങനെ ഓരോന്നായിട്ട് കാണാം. അപ്പൊ അവസാനത്തെ ഈ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. എന്റെ സ്ക്രീൻ കാണുന്നില്ലല്ലേ, മൊബൈൽ കാണുന്നുണ്ടോ? ഉണ്ട് സർ. ആ, താങ്ക് യു. അപ്പൊ ആ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ഇതിനകത്ത് ഈ ആദ്യത്തെ കാണുന്ന ആപ്പിളിന്റെ ഫസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി, സ്റ്റുഡിയോ എടുത്തു, അതിന് ഞാൻ കൊടുത്ത സാധനങ്ങളെല്ലാം താഴെ കണ്ടില്ല. ഇത് ഓഡിയോ ഓവർവ്യൂ ആണ്, രണ്ടെണ്ണം കാണുന്നത്. അതിന്റെ ആ ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്തപ്പോൾ അതിന്റെ ഇത് വന്നു. ഷോർട്ട് മതിയെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്യും, മീഡിയം. സാറേ, ഇത് തന്നെയാണ് കിട്ടണത്. ഞാൻ പറഞ്ഞത് നേരത്തെ ഡെസ്ക്ടോപ്പിൽ കാണിച്ചു തന്നപ്പോ ഈ ഓഡിയോ ഓവർവ്യൂല് തന്നെ പല തരത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ഇത് കാണിച്ചു തന്നില്ലേ? അതുപോലെ ഇതിൽ വരുന്നില്ല എന്നാ ഞാൻ വരില്ല, പറഞ്ഞത്. മൊബൈൽ അല്ലേ. അതാ ഞാൻ ചോദിച്ചത്. മൊബൈലിൽ ഇങ്ങനെ വരും, അവർ ആ കസ്റ്റമൈസ് ചെയ്ത് വെച്ചിട്ടില്ല. ഈ പ്രോംപ്റ്റ് ഏരിയയിൽ നമ്മൾ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുക, ഇംഗ്ലീഷ് മാറ്റിയിട്ട് ലാംഗ്വേജ് ഇവിടെ കൊടുക്കുക. ലോങ് ഷോർട്ട് ഇങ്ങനെ വരും, മൊബൈലിൽ ഇങ്ങനെ വരും. ഇത് മതിയല്ലോ, നമുക്ക് കാര്യം നടന്നിട്ട്. ലാപ്ടോപ്പ് ഒരു വൈഡ് സ്ക്രീനാണ്, ഇതിങ്ങനെ എല്ലാം കാണിക്കണം. വർക്കുകൾ കണ്ടോ, ഞാൻ ആദ്യം തന്നെ ചെയ്ത എനിക്ക് എല്ലാം ഇങ്ങനെ കാണാം.
അതുപോലെ മൈൻഡ് മാപ്പും കാണിക്കുന്നില്ല. മൈൻഡ് മാപ്പാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഏതോ ഒന്ന് മൈൻഡ് മാപ്പ് ചെയ്തു. അല്ല, മൈൻഡ് മൊബൈലിൽ മാപ്പിന്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല. കാണിക്കുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. അപ്പൊ അതിനകത്ത് വന്ന കാണും. ഞാൻ രണ്ടു ലാപ്ടോപ്പില് ദിവസം മുമ്പേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് നോക്കി ഇതൊക്കെ. ഒന്ന് നോക്കി വെച്ചു. അപ്പൊ പഠിച്ചു. മൈൻഡ് മാപ്പ് അല്ല, മൈൻഡ് മാപ്പ് കണ്ടില്ല. അങ്ങനെ ഓക്കെ. ഒന്ന് അപ്പൊ നോക്കി വെച്ചു. അങ്ങനത്തെ ചില സാധനങ്ങൾ കിട്ടില്ല ടീച്ചറിന്റെ പേര് ഓഫ് ചെയ്യേ. ഇതാണ് വ്യത്യാസം. മൊബൈലിലെ ആപ്പിനകത്ത് അവർ കുറെ സാധനങ്ങൾ ഒഴിവാക്കും. ചാറ്റ് ജി പി ടിന്റെ മറ്റേ ക്യാൻവയിലും ഒക്കെ അങ്ങനത്തെ സംഭവമാണ്. മൊബൈലിലുള്ളത് ചില സാധനങ്ങൾ അതിൽ കിട്ടില്ല. ഫോണില് ലാപ്ടോപ്പിലെ എല്ലാ സാധനങ്ങളും ഫീച്ചേഴ്സ് കിട്ടും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പൊ നമുക്ക് ഇന്ന് മതിയാക്കാം. സാർ ഒരു ഉപകാരം ചെയ്യോ? ഓ പിന്നെ ആ ഒന്ന് ആ എത്ര